ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പുതിയ കാർഷിക നിയമങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്ന കർഷകരുമായി കേന്ദ്ര സർക്കാർ ഇന്ന് ചർച്ച നടത്തും. കോവിഡ് വാക്സിൻ നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള 2 ദിവസത്തെ ഡ്രൈ റൺ 4 സംസ്ഥാനങ്ങളിൽ വിജയകരമായി പൂർത്തിയായി. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 96%. കേരളത്തിൽ ഇന്നലെ 5029 പേർക്ക് രോഗമുക്തി. കേരളത്തിൽ ത്രിതല പഞ്ചായത്തുകളിൽ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇന്ന്. ISL ഫുട്ബോളിൽ ഇന്ന് ഹൈദരാബാദ് FC ഗോവയുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. പുതിയ കാർഷിക നിയമങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്ന കർഷകരുമായി കേന്ദ്ര സർക്കാർ ഇന്ന് ചർച്ച നടത്തും. കൂടുതൽ വിവരങ്ങളുമായി ദേവിപ്രിയ. 6ാം വട്ട ചർച്ചയാണ് ഇന്ന് നടക്കുന്നത്. പ്രക്ഷോഭത്തിലേർപ്പെട്ടിരിക്കുന്ന 40 കർഷക സംഘടനകളുടെ നേതാക്കളെയാണ് കേന്ദ്രം ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടുള്ളത്. കാർഷിക നിയമങ്ങൾക്ക് പുറമെ താങ്ങുവില, വായുഗുണ നിലവാരം, വൈദ്യുതി എന്നിവയുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ സംബന്ധിച്ചും ചർച്ച നടക്കും. കർഷകർ ഉന്നയിച്ചിട്ടുള്ള എല്ലാ പ്രസക്ത വിഷയങ്ങളിലും യുക്തിപൂർവമായ പരിഹാരം കാണാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് അധികൃതർ വ്യക്തമാക്കി. ഇന്നലെ ചർച്ച നടത്താനാണ് തീരുമാനിച്ചിരുന്നതെങ്കിലും അത് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. കാർഷിക മേഖലയെ പരിഷ്കരിക്കുക ലക്ഷ്യമിട്ടാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് 100ാമത് കിസാൻ റെയിലിന് പച്ചക്കൊടി വീശവെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. സർക്കാരിന്റെ നയങ്ങൾ വ്യക്തവും സുതാര്യവുമാണ്. കർഷകരെയും കാർഷിക മേഖലയെയും ശക്തിപ്പെടുത്തുക ലക്ഷ്യമാക്കി സർക്കാർ മുന്നോട്ടു പോകുമെന്നും ശ്രീ മോദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കോവിഡ് വാക്സിൻ നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള 2 ദിവസത്തെ ഡ്രൈ റൺ 4 സംസ്ഥാനങ്ങളിൽ വിജയകരമായി പൂർത്തിയായി. ആന്ധ്രാപ്രദേശ്, അസം, പഞ്ചാബ്, ഗുജറാത്ത് സംസ്ഥാനങ്ങളിലാണ് ഡ്രൈ റൺ പൂർത്തിയായത്. ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ ജില്ലയിലും ഗുജറാത്തിലെ ഗാന്ധിനഗറിലും രാജ്കോട്ടിലും പഞ്ചാബിലെ ലുധിയാന, ഷഹീദ് ഭഗത് സിംഗ് നഗർ, അസമിലെ സോനിത്പൂർ, നൽബാരി ജില്ലകൾ എന്നിവിടങ്ങളിലാണ് ഡ്രൈ റൺ നടന്നത്. വാക്സിനേഷൻ നൽകുമ്പോഴുണ്ടാകുന്ന വെല്ലുവിളികൾ മനസ്സിലാക്കി ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുക ലക്ഷ്യമിട്ടാണ് ഡ്രൈ റൺ സംഘടിപ്പിച്ചത്. കേരളത്തിൽ ഇന്നലെ 5887 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 5029 പേർ രോഗമുക്തരായി. നിലവിലെ സ്ഥിരീകരണ നിരക്ക് 9.53%. 24 മരണവും കോവിഡ് ബാധിച്ചാണെന്ന് തിരിച്ചറിഞ്ഞു. ആകെ മരണം 3014 64,861 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. രാജ്യത്തെ പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം 16,500-ൽ താഴെയായി. 187 ദിവസത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കാണിത്. 2,68,000-ലധികം പേരാണ് നിലവിൽ കോവിഡ് ചികിത്സയിലുള്ളത്. രോഗമുക്തി നിരക്ക് 95.92%. 98 ലക്ഷത്തിലധികം പേർ രോഗമുക്തരായി. ആകെ മരണസംഖ്യ 1,48,153. ഗുജറാത്തിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 804 പുതിയ കോവിഡ് കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തു. രോഗമുക്തി നിരക്ക് 94.12%. ലോകത്ത് കോവിഡ് ബാധിതരുടെ ആകെ എണ്ണം 8,22,00,000-ലധികമായി. നിലവിൽ 2.2 കോടിയിലേറെ പേരാണ് കോവിഡ് ചികിത്സയിലുള്ളത്. മരണസംഖ്യ 18 ലക്ഷത്തോട് അടുക്കുന്നു. 5.83 കോടിയിലധികം പേർ ഇതുവരെ രോഗമുക്തരായി. ഏറ്റവും അധികം രോഗബാധിതരുള്ള അമേരിക്കയിൽ 77 ലക്ഷത്തിലധികം പേർ ചികിത്സയിലാണ്. ബ്രിട്ടനിൽ ഇന്നലെ 53,135 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 414 പേർ മരണപ്പെട്ടു. നിലവിൽ ബ്രിട്ടനിലെ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 2.8 ദശലക്ഷത്തോളമാണ്. ജനിതകമാറ്റം വന്ന കൊറോണ വൈറസ് വ്യാപനത്തെ തുടർന്ന് ബ്രിട്ടനിൽ നിന്നും വിവിധ രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. ത്രിപുര, ഝാർഖണ്ഡ്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഗുജറാത്ത്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലെ ലൈറ്റ് ഹൌസ് പദ്ധതികളുടെ ശിലാസ്ഥാപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച നിർവഹിക്കും. ആത്മനിർഭർ ഭാരത് പദ്ധതിക്ക് വേണ്ടിയുള്ള പ്രവർത്തന പദ്ധതി റിപ്പോർട്ട് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ പുറത്തിറക്കി. സാങ്കേതിക വിവര പ്രവചന വിലയിരുത്തൽ സമിതിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. റിപ്പോർട്ടിലെ ആശയങ്ങൾ അത് നടപ്പിലാക്കുന്ന ഏജൻസികൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും മന്ത്രി പറഞ്ഞു. ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും ആത്മനിർഭർ ഭാരതിന് നമ്മുടെ ശ്രമം എങ്ങനെ സംഭാവന നൽകുന്നു എന്നതുമാണ് റിപ്പോർട്ടിലൂടെ ഉണ്ടാകേണ്ട പ്രയോജനമെന്നും മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക.
പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ബന്ധപ്പെടാം. കേരളത്തിൽ ത്രിതല പഞ്ചായത്തുകളിലെ അധ്യക്ഷ ഉപാധ്യക്ഷ സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിലെ അധ്യക്ഷ സ്ഥാനത്തേക്ക് രാവിലെ 11-നാണ് തെരഞ്ഞെടുപ്പ്. ഉച്ചകഴിഞ്ഞ് 2-നാണ് ഉപാധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ജില്ലാ പഞ്ചായത്തിൽ ജില്ലാ കളക്ടറും ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകളിൽ അതത് വരണാധികാരികളും തെരഞ്ഞെടുപ്പ് നടപടികൾക്ക് നേതൃത്വം നൽകും. ISL ഫുട്ബോളിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ATK മോഹൻ ബഗാനും ചെന്നൈയിൻ FCയും തമ്മിലുള്ള മത്സരം ഗോൾ രഹിത സമനിലയിൽ പിരിഞ്ഞു. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഹൈദരാബാദ് FC ഗോവയെ നേരിടും. ദക്ഷിണ കൊറിയ സന്ദർശിക്കുന്ന ഇന്ത്യൻ കരസേന മേധാവി ജനറൽ മനോജ് മുകുന്ദ് നരവനെ പ്രതിരോധ വികസന ഏജൻസി സന്ദർശിച്ചു. ഒരു റിപ്പോർട്ട്. 3 ദിവസത്തെ സന്ദർശനത്തിനാണ് കരസേനാ മേധാവി ദക്ഷിണ കൊറിയയിലെത്തിയത്. ഈ മാസം 28 മുതലാണ് സന്ദർശനം തുടങ്ങിയത്. ദക്ഷിണ കൊറിയയിലെ പ്രതിരോധ സാങ്കേതിക വിദ്യ വികസനത്തിലും ഗവേഷണത്തിലും ഏർപ്പെട്ടിരിക്കുന്ന ഏജൻസിയാണ് പ്രതിരോധ വികസന ഏജൻസി. ഇന്ത്യയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള ഉഭയകക്ഷി പ്രതിരോധ സഹകരണം ശക്തമാക്കുകയാണ് കരസേനാ മേധാവിയുടെ സന്ദർശനത്തിന്റെ ലക്ഷ്യം. സന്ദർശനത്തിനിടെ ദക്ഷിണ കൊറിയയിലെ ഉന്നത സൈനിക നേതൃത്വവുമായും ജനറൽ MM നരവനെ ചർച്ച നടത്തും. മുതിർന്ന രാഷ്ട്രീയ നേതാക്കളെയും കാണും. ഈ മാസം ആദ്യം സൌദി അറേബ്യ സന്ദർശിച്ച ഇന്ത്യൻ കരസേനാ മേധാവി അവിടുത്തെ ഉന്നത സൈനിക നേതൃത്വവുമായി ചർച്ച നടത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഡിജിറ്റൽ ഇന്ത്യ അവാർഡ് 2020 രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഇന്ന് വിതരണം ചെയ്യും. വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് ഇത്. ആദ്യമായാണ് ഡിജിറ്റൽ അവാർഡുകളുടെ മുഴുവൻ പ്രക്രിയയും ഓൺലൈനിലൂടെ നടക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തി ഭാഷയിൽ രചിച്ച സാക്ഷിഭാവ് എന്ന കൃതിയുടെ ഇംഗ്ലീഷ് പരിഭാഷയായ ലെറ്റേഴ്സ് ടു മദർ മഹാരാഷ്ട്ര ഗവർണർ ഭഗത് സിംഗ് കോഷ്യാരി ഇന്നലെ പ്രകാശനം ചെയ്തു. മുംബൈ രാജ്ഭവനിലായിരുന്നു പ്രകാശനം. പഞ്ചാബ്, മഹാരാഷ്ട്ര സഹകരണ ബാങ്ക് അഴിമതി കേസിൽ ശിവസേന MP സഞ്ജയ് റൌട്ടിന്റെ ഭാര്യ വർഷ റൌട്ട് അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ ഹാജരാകണമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും ആവശ്യപ്പെട്ടു. അടുത്ത മാസം 5-ന് ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. മുമ്പ് 2 തവണ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി വർഷ റൌട്ട് ഹാജരായിരുന്നില്ല. 4355 കോടി രൂപയുടെ അഴിമതിയുമായി ബന്ധപ്പെട്ട് റിസർവ് ബാങ്ക് പഞ്ചാബ് ആൻഡ് മഹാരാഷ്ട്ര കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ഇടപാടുകൾ നിയന്ത്രിച്ചിരിക്കുകയാണ്. മുംബൈയിൽ 2022 ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസ് 100 ദിവസം നീണ്ടുനിൽക്കുന്ന ബഹുജന സമ്പർക്ക പരിപാടി പ്രഖ്യാപിച്ചു. ഇതോടനുബന്ധിച്ച് ശിവസേന ഭരിക്കുന്ന BMCയിലെ 227 വാർഡുകളിലും പാർട്ടി പ്രതിനിധികൾ ജനങ്ങളുമായി സംവദിക്കും. മുംബൈയിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്നതിനും പ്രദേശവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുമായാണ് പരിപാടിയെന്ന് മഹാരാഷ്ട്രയുടെ ചുമതലയുള്ള AICC നേതാവ് HK പാട്ടീൽ അറിയിച്ചു. 88ാമത് ശിവഗിരി തീർത്ഥാടനം ഇന്ന് തുടങ്ങി. പ്രത്യേക പൂജകൾക്ക് ശേഷം ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി വിശുദ്ധാനന്ദ രാവിലെ പതാക ഉയർത്തിയതോടെയാണ് തീർത്ഥാടനത്തിന് തുടക്കമായത്. മുൻകൂട്ടി ബുക്ക് ചെയ്യുന്ന 1000 പേർക്കാണ് ഒരു ദിവസം പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ അന്നദാനം, താമസ സൌകര്യം എന്നിവ ഒഴിവാക്കിയിട്ടുണ്ട്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് പ്രവേശന സമയം. മകരവിളക്ക് ഉത്സവത്തിനായി ശബരിമല നട ഇന്ന് വൈകിട്ട് 5 മണിക്ക് തുറക്കും. ജനുവരി 14-നാണ് മകരവിളക്ക്. വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത ഭക്തർക്ക് നാളെ മുതൽ ക്ഷേത്രത്തിൽ ദർശനം നടത്താം. കോവിഡ് പശ്ചാത്തലത്തിൽ പ്രതിദിനം 5000 പേർക്കാണ് ക്ഷേത്രത്തിൽ പ്രവേശനത്തിന് അനുമതി. ക്ഷേത്ര ദർശനത്തിന് എത്തുന്നവർക്ക് 48 മണിക്കൂറിനുള്ളിൽ ലഭിച്ച കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പുതിയ കാർഷിക നിയമങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്ന കർഷകരുമായി കേന്ദ്ര സർക്കാർ ഇന്ന് ചർച്ച നടത്തും. കോവിഡ് വാക്സിൻ നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള 2 ദിവസത്തെ ഡ്രൈ റൺ 4 സംസ്ഥാനങ്ങളിൽ വിജയകരമായി പൂർത്തിയായി. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 96%. കേരളത്തിൽ ഇന്നലെ 5029 പേർക്ക് രോഗമുക്തി. കേരളത്തിൽ ത്രിതല പഞ്ചായത്തുകളിൽ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇന്ന്. ISL ഫുട്ബോളിൽ ഇന്ന് ഹൈദരാബാദ് FC ഗോവയുമായി ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AIR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം 10:15.